Namaskaram. Welcome to another class from Rasatantra Academy. Myself Annie Smitha. P block part 12. Group 17 element ആയ chlorine. Chlorine ഒരു compound ആയ hydrogen chloride. Interhalogen compounds. ഇങ്ങനെ 3 ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ഇതോടെ ഗ്രൂപ്പ് 17 എലമെന്റ്സ് കഴിയും. ഇനി ഒറ്റൊരു വീഡിയോ കൂടെ ഈ യൂണിറ്റിൽ ബാക്കി ഉണ്ടാവുള്ളൂ. That is about the group 18. P block 12, chlorine, hydrogen chloride, interhalogen compounds. Chlorine gas laboratory prepare ചെയ്യുന്നത് manganese dioxide എന്ന compound concentrated hydrochloric acid കൂടെ റിയാക്ട് ചെയ്തിട്ടാണ്, സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്തിട്ട്. പ്രാക്ടിക്കലി ചെയ്യുന്നത് സോഡിയം ക്ലോറൈഡ് സോൾട്ടും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും മാംഗനീസ് ഡയോക്സൈഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡിൽ നിന്നും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ നിന്നുമാണ് ക്ലോറിൻ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. HCl വിൽ ബി ഫോംഡ്. ഇപ്പോൾ പ്രോഡക്ട്സ് എന്തൊക്കെയായിരിക്കും? വാട്ട് ആർ ദി പോസിബിൾ പ്രോഡക്ട്സ്? Na കമ്പൈൻസ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ടു ഫോം NaHSO4, സോഡിയം ബൈസൾഫേറ്റ്. മാംഗനീസ് ഡയോക്സൈഡിലെ മാംഗനീസ് വിൽ ഫോം മാംഗനീസ് ക്ലോറൈഡ് MnCl2. ക്ലോറിൻ ഗ്യാസ് വിൽ ബി ലിബറേറ്റഡ്. പിന്നെ എന്ത് ഒരു പോസിബിലിറ്റിയും കൂടെ ബാക്കിയുണ്ട്? വാട്ടർ ഓൾസോ വിൽ ബി ഫോംഡ്. മറ്റൊരു ലബോറട്ടറി മെത്തേഡും കൂടിയുണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച മെത്തേഡും കൂടിയാണിത്. ആക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓൺ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. KMnO4 ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റും കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. പ്രോഡക്ട്സ് എന്തൊക്കെയായിരിക്കും? പൊട്ടാസ്യം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, 2 മെറ്റൽസ്. Both of them will form halides. ഏതൊക്കെ ഹാലൈഡ്സ് ആണ്? പൊട്ടാസ്യം ക്ലോറൈഡ്, മാംഗനീസ് ക്ലോറൈഡ്. കൂടാതെ ക്ലോറിൻ ഗ്യാസും ലിബറേറ്റ് ചെയ്യും, വാട്ടറും ലിബറേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ദി ഇൻഡസ്ട്രിയൽ മെത്തേഡ്. ലാർജ് സ്കെയിലിൽ ക്ലോറിൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്ന 2 പ്രോസസ്സാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തേത് ഡീക്കൺസ് പ്രോസസ്സ്. ഡീക്കൺസ് പ്രോസസ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു. ഓക്സിജൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു കാറ്റലിറ്റിക് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡും ഓക്സിജനും കൂടെ കോപ്പർ ക്ലോറൈഡ് CuCl2 എന്ന കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ 723 കെൽവിൻ ടെമ്പറേച്ചറിൽ ക്ലോറിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തത് ഇലക്ട്രോലിറ്റിക് പ്രോസസ്സാണ്. ഈ മെത്തേഡ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് മെറ്റലർജിയിൽ. ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ്. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഡിയം മെറ്റൽ വിൽ ബി ഡെപ്പോസിറ്റഡ് അറ്റ് ദി കാഥോഡ്. ക്ലോറിൻ ഗ്യാസ് വിൽ ബി ലിബറേറ്റഡ് അറ്റ് ദി ആനോഡ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ക്ലോറിൻ ഗ്യാസിനെ ലാർജ് സ്കെയിലായിട്ട് നിർമ്മിക്കാം. ക്ലോറിൻ ഒരു കളേർഡ് ഗ്യാസ് ആണെന്ന് നമുക്കറിയാം. ഗ്രീനിഷ് യെല്ലോ കളേർഡ് ആണ്. നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? കൂടാതെ ഇതിനൊരു സഫോക്കേറ്റിംഗ് ആയിട്ടുള്ള പഞ്ചൻറ്റ് സ്മെല്ലാണ്. സഫോക്കേറ്റിംഗ് പഞ്ചൻറ്റ് സ്മെൽ, ഒട്ടും സുഖകരമായിട്ടുള്ളൊരു സ്മെല്ലല്ല. നമ്മൾ ലാബിൽ ക്ലോറിൻ ഗ്യാസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിലേക്ക് തുളഞ്ഞു കയറുന്ന പോലത്തെ ഒട്ടും ഒരു പ്ലസൻ്റ് അല്ലാത്ത സ്മെല്ലാണ്. ഹൈലി സഫോക്കേറ്റിംഗ്. ഇത് പെട്ടെന്ന് നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റും. 239 കെൽവിനിൽ ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇസ് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ. കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരുവിധം മെറ്റൽസും നോൺ മെറ്റൽസും ഒക്കെ ആയിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്ത് ക്ലോറൈഡ്സ് ഫോം ചെയ്യും. അലുമിനിയമായിട്ട് റിയാക്ട് ചെയ്ത് അലുമിനിയം ക്ലോറൈഡ് ഫോം ചെയ്യും. സോഡിയമായിട്ട് റിയാക്ട് ചെയ്ത സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യും. ഫോസ്ഫറസ് ആണെങ്കിൽ ഫോസ്ഫറസ് ട്രൈ ക്ലോറൈഡ് ആണ് ഫോം ചെയ്യുക. എക്സസ് ക്ലോറിൻ ആണെങ്കിലാണ് ഫോസ്ഫറസ് പെൻറ്റാ ക്ലോറൈഡ് ഫോം ചെയ്യുക. സൾഫറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ S2Cl2. സൾഫർ മോണോക്ലോറൈഡ് ആണ് S2Cl2. അഫിനിറ്റി ഫോർ ഹൈഡ്രജൻ. ക്ലോറിന് ഹൈഡ്രജനോട് വല്ലാത്തൊരു അഫിനിറ്റി ഉണ്ട്. ഹൈഡ്രജനുമായിട്ട് ഡയറക്റ്റ്ലി കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യും, ഹൈഡ്രോക്ലോറൈഡ് ഗ്യാസ്. കൂടാതെ ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ടുകൾ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ സൾഫൈഡ്,
ഹൈഡ്രജൻ സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് അതിൽ നിന്നും സൾഫർ റിമൂവ് ചെയ്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യും. ഇനി ഹൈഡ്രോ കാർബൺസുമായിട്ടാണ് റിയാക്ഷൻ എങ്കിൽ ദറ്റ് മീൻസ് ഹൈഡ്രജനും കാർബണും ചേർന്ന കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസിൽ നിന്ന് കാർബൺ റിമൂവ് ചെയ്ത് ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് വിൽ ബി ഫോംഡ്. നെക്സ്റ്റ് ഇസ് റിയാക്ഷൻ വിത്ത് അമോണിയ. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. എക്സസ് അമോണിയ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയം ക്ലോറൈഡ് ആൻഡ് നൈട്രജൻ ഇസ് ഫോംഡ്. ഓർക്കുക, എക്സസ് അമോണിയ ആകുമ്പോൾ അമോണിയം ക്ലോറൈഡും നൈട്രജൻ ഗ്യാസുമാണ് പ്രോഡക്ട്സ്. എക്സസ് ക്ലോറിനും അമോണിയയും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ NCl3 and hydrogen chloride is formed. NCl3 is nitrogen trichloride and hydrogen chloride. അപ്പോൾ എക്സസ് Clന് രണ്ടും Cl ചേർന്ന പ്രോഡക്ട്സ് ആണ് ഫോം ചെയ്തത്, NCl3 and hydrogen chloride. എക്സസ് അമോണിയ ആകുമ്പോൾ നൈട്രജൻ ആണ് കൂടുതലും പ്രോഡക്ട്സിലുള്ളത്, NH4Cl and N2. അമോണിയ ആയിട്ടുള്ള റിയാക്ഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിയാക്ഷനാണ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇപ്പോൾ രണ്ട് കണ്ടീഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. കോൾഡും ഡൈല്യൂട്ടും ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറിൻ ഫോം ചെയ്യുന്നത് സോഡിയം ക്ലോറൈഡ്, സോഡിയം ഹൈപ്പോക്ലോറൈഡ് NaOCl പ്ലസ് വാട്ടർ. ഇനി ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറിൻ ഫോം ചെയ്യുന്നത് സോഡിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറേറ്റ്. സോഡിയം ക്ലോറേറ്റിൻ്റെ ഫോർമുല NaClO3 ആൻഡ് വാട്ടർ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് വ്യത്യാസമുള്ളത്. കോൾഡ് ആൻഡ് ഡൈല്യൂട്ടിൽ സോഡിയം ഹൈപ്പോക്ലോറൈഡ് NaOCl, ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡിൽ ഫോം ചെയ്യുന്നത് എന്താണ്? സോഡിയം ക്ലോറേറ്റ്, ദാറ്റ് ഇസ് NaClO3. ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ. നേരത്തെ ടീച്ചർ പറഞ്ഞായിരുന്നു ക്ലോറിൻ ഗ്യാസ് ഇസ് ഹൈലി സോല്യുബിൾ ഇൻ വാട്ടർ. ക്ലോറിൻ എളുപ്പത്തിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. കുറച്ചു നേരം നിന്ന് കഴിയുമ്പോൾ ക്ലോറിൻ ഗ്യാസിൻ്റെ യെല്ലോ കളറ്, ക്ലോറിൻ വാട്ടറിൽ ആ യെല്ലോ കളറ് മാറും. ഇതിൻ്റെ റീസൺ ക്ലോറിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് HClഉം HOClഉം അങ്ങനെ രണ്ട് പ്രോഡക്ട്സ് ഫോം ചെയ്യും, ഹൈഡ്രജൻ ക്ലോറൈഡ് ആൻഡ് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് HOCl അത് ഫോം ചെയ്ത ഉടനെ തന്നെ ഡീകമ്പോസ് ചെയ്ത് HClഉം ഒരു നേസൻ്റ് ഓക്സിജൻ ഇസ് ന്യൂ ബോൺ ഓക്സിജൻ, ആറ്റോമിക് ഓക്സിജൻ ആണ്. ഈ ആറ്റോമിക് ഓക്സിജൻ ഇസ് ഹൈലി അൺസ്റ്റേബിൾ. ഈ ആറ്റോമിക് ഓക്സിജൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് സബ്സ്റ്റൻസ് ആണോ അവിടെ ഉള്ളത് അതിനെ അത് ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഓക്സിജൻ്റെ ബ്ലീച്ചിങ് ആക്ഷന് കാരണം, ദി പ്രസൻസ് ഓഫ് നേസൻ്റ് ഓക്സിജൻ. അപ്പോൾ ഈ നേസൻ്റ് ഓക്സിജൻ കളേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസുമായിട്ട് റിയാക്ട് ചെയ്ത് അതിനെ കളർലെസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആക്കി മാറ്റും. സോ ദി ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ ഇസ് ഡ്യൂ ടു ഇറ്റ്സ് ഓക്സിഡൈസിങ് നേച്ചർ. കാരണം എന്താണ്? ഓക്സിഡൈസിങ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന നേച്ചർ അല്ലേ. അപ്പോൾ ഇവിടെ ബ്ലീച്ചിങ് ആക്ഷൻ ഇസ് ഡ്യൂ ടു ഓക്സിഡേഷൻ. സൾഫർ ഡയോക്സൈഡിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ അത് ടെമ്പററി ആയിട്ടുള്ള ബ്ലീച്ചിങ് ആക്ഷൻ ആണെന്ന് പറഞ്ഞിരുന്നു ടീച്ചർ, ഓർമ്മയുണ്ടോ? അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് ക്ലോറിൻ പഠിക്കുമ്പോൾ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ പറയാൻ പോവാണ്. ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ ഓക്സിഡേഷൻ വഴിയാണ്. അറ്റ്മോസ്ഫിയറിൽ 20% ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇറ്റ് പ്രൊഡ്യൂസസ് എ ലാസ്റ്റിംഗ് ചേഞ്ച്. വൺസ് ഓക്സിഡൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഇറ്റ് റിമെയിൻസ് ഓക്സിഡൈസ്ഡ്. മനസ്സിലായല്ലോ? പക്ഷേ സൾഫർ ഡയോക്സൈഡിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ എങ്ങനെയാണ്? സൾഫർ ഡയോക്സൈഡ് ഒരു റെഡ്യൂസിങ് ഏജൻ്റാണ്. ആ റെഡ്യൂസിങ് ആക്ഷനാണ് അതിനെ ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആക്കുന്നത്. സൾഫർ ഡയോക്സൈഡിൻ്റെ പ്രസൻസിൽ ബ്ലീച്ച്ഡ് ആയിട്ടുള്ള ഒരു വസ്തു സൾഫർ ഡയോക്സൈഡിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്നും മാറി അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ്റെ പ്രസൻസിൽ വന്നു കഴിഞ്ഞാൽ അത് ഓക്സിഡൈസ്ഡ് ആയിട്ട് മാറും. അതിൻ്റെ ഒറിജിനൽ കളറ് റീറ്റെയിൻ ചെയ്യും. മനസ്സിലായോ? കാരണം സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ പ്രസൻ്റ് അല്ല. ബട്ട് ഓക്സിജൻ ഇസ് പ്രസൻറ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് അല്ലേ. അബൌട്ട് 20% ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഇസ് ഓക്സിജൻ. അപ്പോൾ അതുകൊണ്ടാണ്
സൾഫർ ഡയോക്സൈഡിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ ടെമ്പററി ആയതും ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ പെർമനൻ്റ് ആയതും. കാരണം ക്ലോറിൻ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണ് സബ്സ്റ്റൻസസിനെ ഓക്സിഡൈസ്ഡ് ആക്കി അല്ലെങ്കിൽ ബ്ലീച്ച്ഡ് ആക്കി മാറ്റുന്നത്. ഇനി ഓക്സിഡൈസിങ് ആക്ഷൻ. ഓക്സിഡൈസിങ് ആക്ഷൻ്റെ മറ്റു ചില എക്സാമ്പിൾസ് ആണ്. ബ്ലീച്ചിങ് ആക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി മറ്റു ചില കെമിക്കൽ റിയാക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, ഫെറസ് സൾഫേറ്റിനെ ഓക്സിഡൈസ് ചെയ്ത് ഫെറിക് സൾഫേറ്റ് ആക്കി മാറ്റും. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? FeSO4 അയേണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. +2 എന്നുള്ളത് ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ +3 ആയിട്ട് മാറും. അപ്പം അങ്ങനെ FeSO4 is converted to Fe2SO4 thrice, ഫെറിക് സൾഫേറ്റ് ആയി മാറി. അടുത്തത് സോഡിയം സൾഫൈറ്റ്, Na2SO3. സോഡിയം സൾഫൈറ്റ് സോഡിയം സൾഫേറ്റ് ആയിട്ട് മാറുന്നു. അവിടെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനാണ് ചേഞ്ച് വരുന്നത്. സോഡിയം ആൽക്കലി മെറ്റലാണ്, അതിന് ചേഞ്ചസ് ഒന്നും വരില്ല. സൾഫൈറ്റിൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. ഇനി സൾഫേറ്റ് ആയി മാറുമ്പോൾ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആയിട്ട് മാറി. 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് +6 ആയിട്ട് മാറി സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി തേർഡ് റിയാക്ഷൻ നോക്കൂ. തേർഡ് റിയാക്ഷനിൽ സൾഫർ ഡയോക്സൈഡ് ഇസ് കൺവേർട്ടഡ് ടു സൾഫ്യൂരിക് ആസിഡ്. വാട്ടറിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത് കേട്ടോ. അവസാനത്തെ കെമിക്കൽ റിയാക്ഷൻ അയഡിൻ. അയഡിൻ ഇസ് കൺവേർട്ടഡ് ടു ഹൈഡ്രോ അയഡിക് ആസിഡ്, HiO3. അപ്പോൾ ഇതൊക്കെയാണ് ക്ലോറിൻ്റെ ഓക്സിഡൈസിങ് റിയാക്ഷൻസ്. ക്ലോറിൻ ആൽക്കെയിൻസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ടീച്ചർ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഹൈഡ്രജനെ ക്ലോറിൻ റീപ്ലേസ് ചെയ്യും. ഇനി ആൽക്കീൻസ് ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അഡിഷൻ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. 2 എക്സാമ്പിൾ നോക്കിക്കോളൂ. മീത്തേനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മീത്തൈൽ ക്ലോറൈഡ് ആൻഡ് HCl വിൽ ബി ഫോംഡ്. ആൽക്കീനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എത്തീനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1,2-ഡൈക്ലോറോഈത്തേൻ വിൽ ബി ഫോംഡ്. ബ്ലീച്ചിങ് പൗഡർ എന്താണെന്നറിയാലോ? ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത് ക്ലോറിൻ ഗ്യാസ് ഡ്രൈ ആയിട്ടുള്ള സ്ലേക്കഡ് ലൈമിലൂടെ പാസ് ചെയ്യുമ്പോഴാണ്. എന്താണ് സ്ലേക്കഡ് ലൈം? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ എന്താണ് കിട്ടുന്നത് നോക്കിക്കോളൂ. CaOCl2 ട്വൈസ്, കാൽഷ്യം ഓക്സിക്ലോറൈഡ് പ്ലസ് കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് വാട്ടർ. ഇതാണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ കോമ്പോസിഷൻ. ഇനി യൂസസ് ഓഫ് ക്ലോറിൻ. ഒരുപാട് യൂസസ് ഉണ്ട് ക്ലോറിന്. ബ്ലീച്ചിങ് ആണ് മെയിൻ ആയിട്ടുള്ള യൂസ്. പേപ്പർ പൾപ്പ്, ടെക്സ്റ്റൈൽസ്, എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ്, പ്ലാറ്റിനം, മാനുഫാക്ചർ ഓഫ് ഡൈസ്, ഡ്രഗ്സ്. ഡൈസ് എന്ന് പറഞ്ഞാൽ കളറിങ് ഏജൻസ്, ഡ്രഗ്സ് എന്ന് പറയുന്നത് മെഡിസിൻസ് ആണ് ഉദ്ദേശിച്ചത്. പിന്നെ ചില കെമിക്കൽസ് ലൈക്ക് CCl4 സോൾവെൻ്റ് ആണ്. CHCl3 ക്ലോറോഫോം ആണ്, അനസ്തെറ്റിക് ആയിട്ട് മുൻപ് ഉപയോഗിച്ചിരുന്നു. DDT ഇസ് എൻ ഇൻസെക്ടിസൈഡ്. DDTയുടെ എക്സ്പാൻഷൻ ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോഈത്തേൻ. പിന്നെ ചില റെഫ്രിജറൻസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന CFCs എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ക്ലോറിൻ യൂസ് ചെയ്യുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം വാട്ടർ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പോയ്സണസ് ആയിട്ടുള്ള ചില ഗ്യാസസ്, അതിന് ചില യൂസസും ഉണ്ട്. അങ്ങനെയുള്ള ചില ഗ്യാസസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ടിയർ ഗ്യാസ്, കണ്ണീർ വാതകം എന്ന് കേട്ടിട്ടില്ലേ, പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്നത് ക്രൗഡിനെ ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് CCl3NO2. ഫോസ്ജീൻ COCl2. ഈ ഗ്യാസ് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്സ് അതുപോലെ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അവസാനത്തത്, അതായത് മസ്റ്റേർഡ് ഗ്യാസ്, Cl CH2CH2S CH2CH2Cl, മസ്റ്റേർഡ് ഗ്യാസ് ആണത്. മസ്റ്റേർഡ് ഗ്യാസ് ആർട്ടിലറി അമ്യൂണിഷൻസിലൊക്കെ ചെറിയ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഏരിയൽ ബോംബുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മസ്റ്റേർഡ് ഗ്യാസ്. ഇനി നമ്മൾ ക്ലോറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടായ ഹൈഡ്രജൻ ക്ലോറൈഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്.
ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷൻ സൂചിപ്പിച്ചിരുന്നു സൾഫ്യൂറിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസിൽ. ലോ വോളറ്റൈൽ ആയിട്ടുള്ള സൾഫ്യൂറിക് ആസിഡ് ഹൈ വോളറ്റൈൽ ആയിട്ടുള്ള ഹൈഡ്രജൻ ക്ലോറൈഡ് പോലെയുള്ള ഗ്യാസുകളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ ആ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഒരു സോൾട്ട്, ക്ലോറൈഡ് സോൾട്ട് NaCl പ്ലസ് സൾഫ്യൂറിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ്, എന്തുണ്ടാവും? ഹൈഡ്രജൻ ക്ലോറൈഡ് വിൽ ബി ഫോംഡ്. സൾഫ്യൂറിക് ആസിഡ് ഡൈബേസിക് ആയതുകൊണ്ട് ആദ്യം ഉണ്ടാവുന്ന സോൾട്ട് ആസിഡ് സോൾട്ടാണ് NaHSO4. അടുത്ത സ്റ്റെപ്പിൽ ഈ ആസിഡ് സോൾട്ട് NaHSO4 ഒരു മോളിക്യൂൾ ഓഫ് NaClഉം കൂടെ റിയാക്ട് ചെയ്ത് വീണ്ടും ഹൈഡ്രജൻ ക്ലോറൈഡും ഫോം ചെയ്യും, നോർമൽ സോൾട്ടായ സോഡിയം സൾഫേറ്റും ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ്ലി 2 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടായി അല്ലേ? ഇനി ഈ ഗ്യാസ് ഡ്രൈ ചെയ്യുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡിലൂടെ പാസ് ചെയ്തിട്ട് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണ്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് ഇസ് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. എക്സസ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ സൾഫ്യൂറിക് ആസിഡ്. ഇനി ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ പ്രോപ്പർട്ടീസ്. ഇറ്റ് ഈസ് എ കളർലെസ് ഗ്യാസ് വിത്ത് എ പഞ്ചന്റ് സ്മെൽ. ക്ലോറിൻ്റെ പഞ്ചന്റ് സ്മെല്ല് ഈ ഹൈഡ്രജൻ ക്ലോറൈഡിനും ഉണ്ട്. ഇനി ഇത് ഹൈലി സോല്യുബിൾ ആണ് വാട്ടറിൽ. വാട്ടറിൽ സോല്യുബിൾ ആവുമ്പോൾ എക്വസ് സൊല്യൂഷനെയാണ് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി വാട്ടറിലുള്ള ഡിസോസിയേഷൻ നോക്കൂ. HCl പ്ലസ് H2O ഗിവിംഗ് എ ഹൈഡ്രോണിയം അയോൺ H3O പ്ലസ് പ്ലസ് Cl മൈനസ്. ഇതിൻ്റെ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് Ka is equal to 10⁻⁷. വളരെ ഹൈ ആയിട്ടുള്ള ഒരു ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഹെൻസ് ഇറ്റ് ഇസ് എ വെരി സ്ട്രോങ് ആസിഡ്. അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് വിൽ പ്രൊഡ്യൂസ് ഡെൻസ് വൈറ്റ് ഫ്യൂംസ്. ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിൻ്റെ ഒരു ടെസ്റ്റും കൂടിയാണ് ഈ റിയാക്ഷൻ. ഡെൻസ് ആയിട്ടുള്ള വൈറ്റ് ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഇത് വീക്ക് ആസിഡ്സിന് ഫോം ചെയ്ത സോൾട്ട്. വീക്ക് ആസിഡ് എന്ന് പറയുമ്പോൾ കാർബോണിക് ആസിഡ്, സോഡ വാട്ടറൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനെയുള്ള വീക്ക് ആസിഡ്സിൻ്റെ സോൾട്ടുകളെ ഇത് ഡീകമ്പോസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ Na2CO3 സോഡിയം കാർബണേറ്റുമായിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിക്കുന്ന ഒരു റിയാക്ഷനാണിത്. കാർബൺ ഡയോക്സൈഡ് വിൽ ബി ഇവോൾവ്ഡ് വിത്ത് ദി ഫോർമേഷൻ ഓഫ് സോൾട്ട്. വിത്ത് സോൾട്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ, അപ്പോൾ സോൾട്ട് ഫോം ചെയ്യുന്നത് ക്ലോറൈഡ് ആയിരിക്കും. സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ. സോഡിയം ബൈകാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും സെയിം പ്രോഡക്ട്സ് തന്നെ കിട്ടും. സോഡിയം ക്ലോറൈഡ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. സോഡിയം സൾഫൈറ്റ്, കാർബണിന് പകരം സൾഫർ വരുമ്പോൾ കാർബൺ ഡയോക്സൈഡിന് പകരം സൾഫർ ഡയോക്സൈഡ്, സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ വിൽ ബി ഫോംഡ്. നോബിൾ മെറ്റൽസ് അറിയില്ലേ, ഗോൾഡ്, പ്ലാറ്റിനം ഒക്കെ, കെമിക്കൽ റിയാക്ഷൻസിൽ അധികം പങ്കെടുക്കാത്തത് കൊണ്ടാണ് അവരെ നോബിൾ മെറ്റൽസ് എന്ന് പറയുന്നത്. ജ്വല്ലറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുമല്ലോ നമ്മൾ, ഗോൾഡും പ്ലാറ്റിനും ഒക്കെ, അത് ഈ കാരണം കൊണ്ടാണ്. അതങ്ങനെ എളുപ്പം റിയാക്ട് ചെയ്യില്ല. പക്ഷേ ഈ നോബിൾ മെറ്റൽസിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് എക്വാ റീജിയ എന്ന് പറഞ്ഞ ഒരു സോൾവെൻറ്റിനെ കൊണ്ട് സാധിക്കും. എക്വാ റീജിയ ഇസ് 3 parts of concentrated hydrochloric acid and 1 part of concentrated nitric acid. ഈ മിക്സ്ചറാണ് എക്വാ റീജിയ. എക്വാ റീജിയയിൽ നമുക്ക് ഗോൾഡും പ്ലാറ്റിനും ഒക്കെ ഡിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. യൂസസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, പ്രത്യേകിച്ച് ക്ലോറിൻ്റെ മാനുഫാക്ചർ, അമോണിയം ക്ലോറൈഡിൻ്റെ മാനുഫാക്ചർ, ഗ്ലൂക്കോസ് കോൺ സ്റ്റാർച്ചിൽ നിന്നും നിർമ്മിക്കാനായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്യും. പിന്നെ എക്സ്ട്രാക്ഷൻ ഓഫ് ഗ്ലൂ ഫ്രം ബോൺസ്. ഗ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പശ. ബോൺസിൽ നിന്നും പശ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ പ്യൂരിഫിക്കേഷൻ ഓഫ് ബോൺ ബ്ലാക്ക്. എല്ല് കത്തിച്ചാൽ ഉണ്ടാകുന്ന ചാർക്കോളാണ് ബോൺ ബ്ലാക്ക്. പിന്നെ മെഡിസിനിൽ യൂസ് ചെയ്യും, മെഡിസിൻസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഒരു ലബോറട്ടറി റിയേജൻ്റ് ആയിട്ടും ഉപയോഗിക്കും. അടുത്തത് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. ഹാലജൻസ് തമ്മിലുണ്ടാകുന്ന ബൈനറി കോമ്പൗണ്ട്സ്.
അവിടെ ജനറൽ ഫോർമുല നമുക്ക് എക്സ് എക്സ് ഡാഷ് എന്ന് പറയാം, കാരണം രണ്ടുപേരും ഹാലജൻസ് ആണല്ലോ. എക്സ് എന്ന് പറയുന്നത് കാറ്റയോൺ. കാറ്റയോൺ ഇസ് ഫോംഡ് ബൈ ദി ലാർജർ ഹാലജൻ. എക്സ് ഡാഷ് ഇസ് ഫോംഡ് ബൈ ദി സ്മോളർ ഹാലജൻ. ഫോർ എക്സാമ്പിൾ ClF. Cl എന്ന് പറയുന്നത് ലാർജർ ആയിട്ടുള്ള ഹാലജൻ ആണ്. ലാർജർ ഹാലജൻ വിൽ ഫോം ദി കാറ്റയോണിക് പാർട്ട്. സ്മോളർ ഹാലജൻ വിൽ ഫോം ദി ആനയോണിക് പാർട്ട്. ആറ്റമിക് സൈസുകളുടെ റേഷ്യോ ഇൻക്രീസ് ചെയ്യും തോറും നമ്പർ ഓഫ് ആറ്റംസ് പെർ മോളിക്യൂൾസും ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ IF7. I is the largest atom. Fluorine is the smallest atom ഹാലജൻസിൽ അല്ലേ. അപ്പോൾ കൂടുതൽ ആറ്റംസ് കമ്പൈൻ ചെയ്യാനായിട്ട് സാധിക്കും. IF7 7 ഫ്ലൂറിൻ ആറ്റംസുമായിട്ടാണ് അയഡിൻ കമ്പൈൻ ചെയ്യുന്നത്. ഡയറക്റ്റ് കോമ്പിനേഷൻ വഴി ഇവരെ പ്രിപ്പയർ ചെയ്യാം. ക്ലോറിനും ഫ്ലൂറിനും ഈക്വൽ വോളിയൂംസിൽ കമ്പൈൻ ചെയ്യുമ്പോൾ 437 കെൽവിനിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ClF will be formed. ഇനി എക്സസ് ഫ്ലൂറിനുമായിട്ട് ക്ലോറിൻ കമ്പൈൻ ചെയ്യുമ്പോൾ at 573 കെൽവിൻ ClF3 is formed. ഇനി ഇവരുടെ ജനറൽ പ്രോപ്പർട്ടീസ് ആണ്. കോവാലന്റ് മോളിക്യൂൾസ് ആണ്, ഡയാമാഗ്നറ്റിക് ആണ്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നുമില്ല. കോവാലന്റ് മോളിക്യൂൾസ് ഡയാമാഗ്നറ്റിക് നേച്ചറാണ്. വോളറ്റൈൽ സോളിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സ് ആയിരിക്കും ഇവർ മിക്കവാറും പേരും, പക്ഷേ ClF is a gas. ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കമ്പൈൻ ചെയ്ത രണ്ട് ഹാലജൻ ആറ്റംസിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും, കാരണം രണ്ടുപേരും ചേർന്നിട്ടാണല്ലോ ഉണ്ടായത്. അങ്ങനെ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ആർ ഹൈലി റിയാക്റ്റീവ്. ഇതിൻ്റെ റീസൺ എക്സ് എക്സ് ഡാഷ് ബോണ്ട് വീക്കറാണ്. എക്സ് ബോണ്ടിനേക്കാളും എക്സ് ഡാഷ് ബോണ്ടിനേക്കാളും വീക്കറാണ്. അപ്പോൾ ക്ലോറിനും ഫ്ലൂറിനും ചേർന്നുള്ള ClF എന്ന മോളിക്യൂളിൽ ClF ബോണ്ട് എൻതാൽപ്പി is less than that of Cl bond enthalpy and FF bond enthalpy. That is the reason. ഇനി ഇവർ ഹൈഡ്രോളിസിസ് നടക്കും, അതായത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ they form a halide and a hypohalide. അതിൽ ഹാലൈഡ് ഫോം ചെയ്യുന്നത് സ്മോളർ ആയിട്ടുള്ള ഹാലജൻ ആണ്. ലാർജർ ആയിട്ടുള്ള ഹാലജൻ ഹൈപ്പോ ഹാലൈഡും ഫോം ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ClF പ്ലസ് H2O. ഇതിൽ സ്മോളർ ആയിട്ടുള്ള ഹാലജൻ ആരാണ്? ഫ്ലൂറിനാണ്. അപ്പോൾ ഫ്ലൂറിൻ വിൽ ഫോം ദി ഹാലൈഡ് HF പ്ലസ് ക്ലോറിൻ വിൽ ഫോം ദി ഹൈപ്പോ ഹാലൈഡ് HOCl. മനസ്സിലായില്ലേ? യൂസസ് ഓഫ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. നോൺ അക്വസ് സോൾവെൻസ് ആയിട്ട് ഇവരെ നമുക്ക് ഉപയോഗിക്കാം. വാട്ടർ അല്ലാത്ത സോൾവെൻസ് ആയിട്ട് ഇവരെ യൂസ് ചെയ്യാം. ഫ്ലൂറിനേറ്റിംഗ് ഏജൻറ്റ്സ്, ഫ്ലൂറിൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ClF3 and BrF3 are used in the production of UF6, യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. യുറേനിയം എൻറിച്ച്മെൻ്റ് എന്ന് പറയും. ആ റിയാക്ഷന് വേണ്ടിയിട്ട് ClF3യും BrF3യും യൂസ് ചെയ്യും. റിയാക്ഷൻ തന്നിട്ടുണ്ട്, ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ്. ഇതോടുകൂടെ ഗ്രൂപ്പ് 17 എലമെൻറ്റ്സ് കഴിഞ്ഞു. ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് ലാസ്റ്റ് വീഡിയോ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് മുൻപായിട്ട് ഇടാം കേട്ടോ. ചിലർ റിക്വസ്റ്റ് ചെയ്തിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.